ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് സോഷ്യോളജിയുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എക്സാമിന് ചോദിക്കുന്നതെന്നും അതിന് വരുന്ന വെയിറ്റേജ് മാർക്ക് എത്രയാണെന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യോളജി ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ social sciences, sociology, its relationships with other social sciences, methods and techniques of research, society, community, association and institution, social groups. ഈ 4 ചാപ്റ്റേഴ്സ്, അതായത് 3, 4, 5, 6 ഈ 4 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് 16 മാർക്കാണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും 16 മാർക്കിന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അടുത്ത സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മാരേജ്, ഫാമിലി, കിൻഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് 12, 13, 14, 16 ഈ 4 ചാപ്റ്റേഴ്സാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതിന് കൊടുത്തിട്ടുള്ള വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് 24 ആണ്. 24 മാർക്കാണ് ഈ 4 ചാപ്റ്റേഴ്സിനും കൊടുത്തിട്ടുള്ള വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഈ 4 ചാപ്റ്റേഴ്സാണ്. ഇതാണ് കൂടുതലായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 24 മാർക്കിനാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത തേർഡ് മൊഡ്യൂള് സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ. ഓക്കെ, ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 17, 18, 19, 20 ചാപ്റ്റേഴ്സാണ്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ ആസ് പ്രോസസ് ഓഫ് ലേണിംഗ്, സോഷ്യൽ കൺട്രോൾ. ഈ 4 ചാപ്റ്റേഴ്സാണ് തേർഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇതിൽ നിന്ന് വെയിറ്റേജ് മാർക്ക് പോകുന്നത് 16 മാർക്കാണ്. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും കൂടി 16 മാർക്കിനാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്ത 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി. ഇതിൽ 26ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ. അടുത്ത കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ, പ്രോബ്ലംസ് ഓഫ് SC/STs, പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻസ്. അപ്പോൾ 26, 27, 28, 29, 30, 31 ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 4th മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള വെയിറ്റേജ് മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. അപ്പോൾ കൂടുതലായിട്ടും essay ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതായത് 6ഓളം ചാപ്റ്റേഴ്സാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. 30 മാർക്കിനാണ് ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മൊഡ്യൂളുകൾ. അടുത്ത ഓപ്ഷണൽ മൊഡ്യൂളാണ്. ഓപ്ഷണൽ മൊഡ്യൂളിൽ നമുക്കറിയാം സ്റ്റാറ്റസ് ഓഫ് വുമണും കൾച്ചറുമാണ് വരുന്നത്. അതിൽ ഓപ്ഷണലാണ്, ഓർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ഈസി ആയിട്ടുള്ളത്, ഇപ്പോൾ സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം, അതല്ല കൾച്ചർ ആണെങ്കിൽ അത് പഠിക്കാം. ഇത് രണ്ടിലേതെങ്കിലും പഠിച്ചാൽ മതി. അപ്പോൾ 32 മുതൽ 35 വരെയാണ് ആ ചാപ്റ്റേഴ്സ് വരുന്നത്. അതിൽ 32, 32A, 33A, 34A, 35A ഇത്രയാണ് നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ ഉള്ളത്. അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സാണ് 32Aയും 33Aയും. 32A എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ്, അതേപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. 33A ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ 2 ചാപ്റ്റർ 32Aയും 33Aയും ഈ 2 ചാപ്റ്ററാണ് സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കൂടുതൽ essay ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാം. 14 മാർക്കിനാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കുന്നത്. അതല്ല നിങ്ങൾ കൾച്ചറാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് വുമൺ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം.
എന്നിട്ട് കൾച്ചർ പഠിക്കാം. കൾച്ചറാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ വരുന്ന 2 ചാപ്റ്റേഴ്സാണ് 32B 33B. 32B എന്ന് പറയുന്നത് കൾച്ചർ, കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന ചാപ്റ്റർ. അതേപോലെ 33Bയിൽ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സാണ് ഓപ്ഷണലിൽ വരുന്ന കൾച്ചറിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മീഡിയ ആൻഡ് കൾച്ചറുണ്ട്, അതേപോലെ കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇതൊന്നും നമുക്ക് വേണ്ട. ആ 2 ചാപ്റ്ററും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി, കോൺസെപ്റ്റും അതേപോലെ കൾച്ചറൽ ഹെറിറ്റേജും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അതിൽ 14 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് വെയിറ്റേജ് പോകുന്നത് ഓരോ മൊഡ്യൂളിലുമായിട്ട്.